ഹലോ എവ്രി വൺ. ന്യൂസിലൻഡിലെ പുതിയ തൊഴിൽ വിസയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു തരാം. അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ AEWV ഈ വിസയിലാണ് ഗവൺമെൻറ് പുതിയ മാറ്റങ്ങൾ നടപ്പാക്കിയിരിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യക്കാരെയാണ്, പ്രത്യേകിച്ച് മലയാളികൾ. കാരണം ഒരുപാട് പേർ ഈ വിസയിൽ വന്നിട്ടുണ്ട് ന്യൂസിലൻഡിൽ. എനിക്ക് ഒരുപാട് പേരെ അറിയാം. അപ്പോൾ 2026 ഏപ്രിൽ 20 തൊട്ടാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്. അതായത് വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. ഒന്നാമത്തത് ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം, അതായത് IELTS. ലോ സ്കിൽഡ് തസ്തികയിലേക്ക് മിനിമം ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം അത് നിർബന്ധമാക്കി. അതായത് നമ്മുടെ കൺസ്ട്രക്ഷൻ, ജനറൽ ലേബേഴ്സ്, മാനുഫാക്ചറിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, മെഷീൻ ഓപ്പറേറ്റേഴ്സ്, HCA, ബാരിസ്റ്റ, റെസ്റ്റോറൻറ്റ് സ്റ്റാഫ് തുടങ്ങിയ എല്ലാവിധ ജോലികൾക്കും IELTS നിർബന്ധമാക്കി. അതായത് മിനിമം IELTS സ്കോർ 4 ആൻഡ് PTE ഓവറോൾ 29. സോ അത് നിർബന്ധമാക്കി. നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ഒരുപാട് മലയാളികളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഷെഫുമാർ, റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്നവർ, HCAമാർ എന്നിവരെ ഒരുപാട് പേര് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ IELTS നിർബന്ധമാക്കി, മിനിമം സ്കോർ 4, PTE ഓവറോൾ 29. മൂന്നാമത് 5 വർഷം വരെയായിരുന്നു ഇതിനു മുമ്പ് വിസ കാലാവധി ഉണ്ടായിരുന്നത്. അത് 3 വർഷമായി കുറച്ചു. നിങ്ങൾ ആ 3 വർഷമായിട്ട് കുറച്ച് 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇനിയും അപ്ലൈ ചെയ്യാം. പക്ഷേ 3 വർഷം കഴിഞ്ഞ് നിങ്ങൾ ന്യൂസിലൻഡിന് പുറത്തു പോയിരിക്കണം 12 മാസത്തേക്ക്. ആ 12 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഇതാണ്. മീഡിയൻ വേജ് $35 ഉയർത്തി. അതായത് $35 അതിനു മുകളിലോ ഉള്ള ജോലിക്ക് മാത്രമേ പുറം രാജ്യത്തു നിന്നും ആൾക്കാരെ എടുക്കാൻ കഴിയുകയുള്ളൂ. അതായത് വളരെ $28, $30 ഉള്ള ജോലിക്കൊന്നും ഇനി ന്യൂസിലൻഡിലേക്ക് ആളെ എടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. എനിക്ക് ആഴ്ചയിൽ 1-2 പേർ എപ്പോഴും മെസ്സേജ് അയച്ചു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ചേട്ടാ അവിടെ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോ? ഇവിടെ തൊഴിലുടമകൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ന്യൂസിലൻഡിൽ ആ ജോലി പരസ്യം ചെയ്യണം. എന്നിട്ട് ആ ജോലി ചെയ്യാൻ ആളെ കിട്ടില്ല എന്ന് ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തണം. എങ്കിൽ മാത്രമേ അവർക്ക് പുറം രാജ്യത്തു നിന്നും ആൾക്കാരെ എടുക്കാൻ കഴിയുകയുള്ളൂ. പുതിയ വിസ നിയമം അനുസരിച്ച് ആ പരസ്യം 21 ദിവസം പൂർത്തീകരിക്കണം. 21 ദിവസം ആ പരസ്യം ചെയ്തിട്ട് ആ ജോലിക്ക് എനിക്ക് ന്യൂസിലൻഡിൽ നിന്ന് ആരെയും കിട്ടിയില്ല, അതുകൊണ്ട് എനിക്ക് പുറത്തു നിന്ന് ഒരാളെ ഈ ജോലിക്ക് എടുക്കണം എന്ന് എംപ്ലോയർ ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ആ എംപ്ലോയർക്ക് പുറം രാജ്യത്തു നിന്ന് ആരെങ്കിലും ജോലിക്കെടുക്കാൻ കഴിയുകയുള്ളൂ. കുറഞ്ഞ യോഗ്യതയുള്ള ജോലികൾക്ക് എളുപ്പത്തിൽ വിസ ശരിയാക്കി തരാം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ തട്ടിപ്പിൽ വീഴരുത്. ന്യൂസിലൻഡിൻ്റെ ഇമിഗ്രേഷൻ വെബ്സൈറ്റിൽ പോയി നോക്കുക. ഡീറ്റെയിൽ ആയിട്ട് അവർ പുതിയ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തോളുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ചെയ്തോളുക പ്രൈവറ്റായിട്ട്. ഞാൻ അതിന് സമയം പോലെ തന്നെ ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. ഞാൻ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കാരണം ഒരുപാട് പേർ ന്യൂസിലൻഡിലേക്ക് ജോലിക്കായിട്ടുള്ള പൈസയൊക്കെ കൊടുത്ത് കുറേ തട്ടിപ്പിന് ഇരയായിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരമായിക്കോട്ടെ. അപ്പം മറക്കാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാം. താങ്ക്